ആലപ്പുഴയിൽ കോളേജ് വിദ്യാർത്ഥിനി ബസ്സിൽ നിന്ന് തെറിച്ചു വീണ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി കുടുംബം. ഇറങ്ങുന്നതിന് മുൻപ് ബസ് അമിത വേഗതയിൽ മുന്നോട്ടെടുക്കുകയായിരുന്നുവെന്ന വിദ്യാർത്ഥിനി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സംഭവത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. ഇന്നലെ വൈകുന്നേരമാണ് ആലപ്പുഴയിൽ അല്ലമീൻ എന്ന സ്വകാര്യ ബസ്സിൽ കോളേജ് വിദ്യാർത്ഥിനി തെറിച്ചു വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തത്. കുട്ടി ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ബസ് നിർത്തി കൊടുക്കാതിരിക്കുകയും അല്പസമയം മുമ്പോട്ട് പോയപ്പോൾ വേഗത കുറച്ചു. വിദ്യാർത്ഥിനി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ് അമിത വേഗതയിൽ എടുത്തു പോവുകയായിരുന്നു. തെറിച്ചു വീണ കുട്ടിയുടെ തല പോസ്റ്റിലിടിക്കുകയും പരിക്കേൽക്കുകയുമായിരുന്നു. എന്തായാലും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടാൻ എത്തിയിരിക്കുകയാണ് കുട്ടിയും. ഇപ്പോൾ ഞാൻ നിർത്താൻ കുറേ തവണ പറഞ്ഞു, എന്നിട്ട് അവർ ഇറക്കിയില്ലായിരുന്നു. എന്നിട്ട് അവിടുന്ന് കുറച്ച് മാറി സ്ലോ ചെയ്തപ്പം ഞാൻ ഇറങ്ങാൻ നേരത്തെ അവർ പെട്ടെന്ന് എടുക്കുമായിരുന്നു. അപ്പം തന്നെ ആ പോസ്റ്റിലിടിച്ച് ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് അവിടെ വീണ് കിടക്കുമായിരുന്നു. പിന്നെ അവർ വന്ന് നോക്കാനോ എടുക്കാനോ ഒന്നും പോയില്ല. ബാക്കിൽ നിന്ന് വന്ന ഏതോ കാറുകാരാണ് എന്നെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ബസ് ഡ്രൈവറും കണ്ടക്ടറും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. രണ്ടവർ വേണ്ട കാര്യങ്ങൾ പോലും ചെയ്തില്ല. ഇല്ല, കാരണം അവരുടെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു ആൾ തെറിച്ചു വീണ് കഴിഞ്ഞാൽ അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. അതൊന്നും ചെയ്യാതെ അവരുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ധൃതിയായിരുന്നു കാണിച്ചത്. ഈ കുഞ്ഞിൻ്റെ കൂടെ ഉള്ള ഒരു സാന്ദ്ര എന്ന് പറഞ്ഞ കൂടെ പഠിക്കുന്നുണ്ട്. ആ കുട്ടി ഇവരോട് പറഞ്ഞ്, ഡ്രൈവറോടും കണ്ടക്ടറോടും പറഞ്ഞ് ഒരു ഓട്ടോയെങ്കിലും വിളിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതുപോലും അവർ ചെയ്യാതെ അവർ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ധൃതിയിൽ അങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ ആ നിരുത്തരവാദപരമായിട്ടുള്ള ആ സമീപനത്തിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്, കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. സാന്ദ്ര എന്ന് പറയുന്ന മോൾ ആ ബസ്സിലില്ലെങ്കിൽ നമ്മളൊന്നും അറിയില്ലടാ. ഈ കുഞ്ഞു ബോധം വീണിട്ട് വേണ്ടേ ഞാൻ ഇന്ന ആളാണ്, എൻ്റെ അച്ഛനും അമ്മയും ഇന്ന ആളുകളാണ് നല്ല നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ മാത്രം അല്ല, ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ആരും ഇല്ലാതായി പോയില്ല ആ ഒരു ടൈമിൽ കുഞ്ഞ്. എന്തായാലും ദേവികൃഷ്ണൻ ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്കായി എത്തിയിരിക്കുകയാണ്. നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങുമെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്.